അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. കാരണം അത്രയ്ക്ക് മഹത്വമേറിയ ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്. പല വീടുകളിലും പല പല ബുദ്ധിമുട്ടുകളിൽ പല പല രോഗങ്ങളാൽ മാറാ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. ഇനി എന്ത് പ്രയാസമായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന ഈ സ്വലാത്ത് നിയത്ത് വെച്ച് നിങ്ങൾ ഒരാഴ്ച ഒന്ന് ചൊല്ലി നോക്കിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയും സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം അത്രയ്ക്ക് മഹത്വമേറിയ ഒരു സ്വലാത്താണിത്. ആരും തന്നെ ഈ സ്വലാത്തിനെ കൈവിടാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ഓതിയാൽ എൻ്റെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ കൈവിടുകയില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഇത് ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയുക, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇത് നിയത്താക്കിയതിനു ശേഷം ആരോടും പറയാൻ പാടില്ല ഇങ്ങനെ ഞാൻ ചെല്ലുന്നുണ്ട് എന്ന്. ആരോടും ഇന്ന ആഗ്രഹത്തിന് വേണ്ടി ചെല്ലുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് അല്ലാതെ മറ്റ് ആരോടും ഇത് നമ്മൾ ഈ പറയാൻ പാടില്ല. നമ്മുടെ മനസ്സിലെ കാര്യം നമ്മൾ അല്ലാഹുവിനോട് മാത്രം പറയുക. നമ്മുടെ മാതാപിതാക്കളോടോ മക്കളോടോ ഭർത്താവിനോടോ ആരോടും പറയേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള ഒരു ഫലം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ആരോടും പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നിയത്ത് വെക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു ദൃഢമായ വിശ്വാസം വേണം. ഞാനിത് ചൊല്ലിയാൽ എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നടത്തി തരും. ഇനി എന്ത് പ്രയാസമായിക്കോട്ടെ, മക്കളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, രോഗം ശിഫയാകാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, വീട് വെക്കണം, പാതി വഴിയിൽ വീട് പണി നിൽക്കുകയാണ്, ഇനി എന്ത് പ്രശ്നമായിക്കോട്ടെ അതെല്ലാം വീട്ടിൽ കിട്ടുന്നതാണ്. നമ്മൾ ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വുളു എടുത്തതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. 111 പ്രാവശ്യം ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം 111 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം 4444 പ്രാവശ്യം നാരിയത്തുൽ സലാത്ത്. അറിയാമല്ലോ നാരിയത്തുൽ സലാത്തിന്റെ ബർക്കത്തുകൾ. ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നാരിയത്തുൽ സലാത്തിന്റെ ബർക്കത്തുകൾ. ഈ 4444 പ്രാവശ്യം നിയത്താക്കി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് റമദാന് മുന്നേ ആയിട്ട് ഞാൻ ചൊല്ലി തീർത്തേക്കാം എന്നുള്ള ഒരു നിയത്തിൽ ഇത് ഓതുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ഇത് ഓതി തീരുന്നതിന് മുന്നേ നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും. വീടുകളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്. ഒരു ദിവസമെങ്കിലും ഇത് ഓതാതെ ആരും കിടക്കരുത്. ഒരു വട്ടമെങ്കിലും നാരിയത്ത് സലാത്ത് ഓതാതെ ആരും കിടക്കാൻ പാടില്ല. കാരണം അത്രയ്ക്ക് മഹത്വമുള്ള ഒരു സലാത്താണിത്. അതുകൊണ്ട് നിയത്താക്കിയതിനു ശേഷം നിങ്ങളിത് ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതി തീർക്കണമെന്ന് പറയില്ല. അങ്ങനെ ഓതി തീർക്കാനും നമുക്ക് പറ്റില്ല. സമാധാനത്തോടുകൂടി സാവധാനം അക്ഷരത്തെറ്റുകളില്ലാതെ നിങ്ങൾക്ക് റമദാന് മുന്നേ ഓതി തീർക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.